വ്യോമ പ്രതിരോധ രംഗത്ത് ഭാരതത്തിന്റെ വൻ കുതിച്ചുചാട്ടം. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ഉപരിതല വ്യോമ മിസൈൽ സംവിധാനമായ കുശ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്തെ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു ആദ്യ വിക്ഷേപണം. ശത്രുരാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് കുശ മിസൈൽ. 2, 1, now. Taken off. M1, M2, M3 എന്നിങ്ങനെ 3 വ്യത്യസ്ത ദൂരപരിധിയിലുള്ള മിസൈലുകളാണ് കുശയിലുള്ളത്. ഈ മിസൈൽ സംവിധാനം വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സജ്ജമാണ്. മിസൈലിന്റെ കൃത്യത ഉറപ്പാക്കുന്നതിനായി റേഡിയോ ഫ്രീക്വൻസി ഇൻഫ്രാറെഡ് സീക്കർ സംയോജിപ്പിച്ച ഹൈബ്രിഡ് ഗൈഡൻസ് സിസ്റ്റവും ഡാറ്റ ലിങ്കും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുവഴി വിശാലമായ ദൂരപരിധിക്കുള്ളിൽ ശത്രുവിമാനങ്ങളെ നിർവീര്യമാക്കാൻ കുശയിലൂടെ സാധിക്കും. നിലവിലുള്ള ആകാശ് ബാരക്കേറ്റ് S-400 എന്നീ സംവിധാനങ്ങൾക്കൊപ്പം കുശയും ചേരും. ഇതോടെ സൈന്യത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് കുശ. വരും ദിവസങ്ങളിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ലോകത്തെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള സാങ്കേതികവിദ്യ ഇതോടെ ഭാരതവും സ്വന്തമാക്കി. കുശ മിസൈൽ പരീക്ഷണ വിജയത്തെ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ മേഖലയിലെ നിർണായക നാഴികക്കല്ലെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ജനം.